എനിക്ക് ചലനശക്തി ഉള്ളത് നെഞ്ചിന് മുകളിലോട്ട് 2.5 ചാണേ ഉള്ളൂ. എന്നാൽ ഈ 2.5 ചാണിനകത്ത് കൃപ വന്നിങ്ങ് നിറഞ്ഞെഴിയുക. ഞാനിന്ന് കൃപയുടെ സാക്ഷിയാണ്. കഷ്ടതയ്ക്കൊരു തൃപ്തികരമായ ഉത്തരം ഈ ഭൂമിയിലില്ല. ഉത്തരമുണ്ട്. ഉത്തരം ഞാൻ നിശ്ചയമായിട്ട് ഈ ഇപ്പം പ്രിയപ്പെട്ട സാജു ബ്രദറിൻ്റെ ശുശ്രൂഷയുടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ കണ്ണ് തുറക്കുന്നത് എൻ്റെ അപ്പൻ്റെ അടുത്തായിരിക്കും, എൻ്റെ കർത്താവിൻ്റെ അടുക്കിലായിരിക്കും. കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ ഞാൻ കുറേ നേരം ഈ കർത്താവിനെ നോക്കിക്കൊണ്ട് നിൽക്കും. നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞാൻ അമ്മയെ പോയി കാണും. കാര്യം എന്നെ അതുപോലെ ഈ ശുശ്രൂഷയിൽ ഒരിക്കലും പ്രാർത്ഥിച്ചതും എൻ്റെ പ്രിയ മാതാവാണ്. അപ്പൻ്റെ പിൻപിലുള്ള സപ്പോർട്ടെങ്കിൽ മുമ്പിൽ നിന്ന് തന്നെ നയിച്ചതും പ്രാർത്ഥിച്ചതും ഒരിക്കലും എൻ്റെ പ്രിയ മാതാവാണ്. അവിടെ അമ്മയെ പോയി കാണും, അത് എൻ്റെ അപ്പനെ കാണും. എൻ്റെ ഒരു മോൻ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു, അവനെ പോയി. അത് ബാക്കി എൻ്റെ കസിനെ എൻ്റെ ഉപ്പാപ്പന്മാരെയും ഒക്കെ കണ്ടിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടിട്ട് ഞാൻ തിരിച്ച് വീണ്ടും തമ്പുരാൻ്റെ അടുക്കൽ എത്തും. തമ്പുരാൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ തമ്പുരാൻ അവസരം തരികയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും: തമ്പുരാനെ, എൻ്റെ 43-ാമത്തെ വയസ്സിൽ ഓടി നടക്കുമ്പോൾ എനിക്കെന്താ ഇത് സംഭവിച്ചത്? അപ്പോൾ തമ്പുരാൻ്റെ വായിൽ നിന്ന് ഉത്തരം കിട്ടും. അതുവരെ ക്ഷമയോടെ, തമ്പുരാൻ്റെ ഉത്തരം കിട്ടുന്നവരെ ക്ഷമയോടെ പ്രാർത്ഥനാപൂർവ്വം വചനത്തിൽ ആശ്രയിച്ച് കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കുന്നതാണ് കഷ്ടതയ്ക്കകത്ത് ഒരു ദൈവവേദന കരണീയമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ തിരുവല്ലായ്ക്കടുത്ത് കല്ലിശ്ശേരി എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ബഹുമാനപ്പെട്ട PK സെക്രട്ടറിയാച്ചനെ കാണാനായിട്ട് വന്നതാണ്. അടിമാലിയിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ കടന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ അച്ഛൻ്റെ പല വീഡിയോകളും ഞാൻ യൂട്യൂബിൽ കാണുവാനായിട്ട് എനിക്കിടയായി തീർന്നു. അച്ഛന് ശാരീരികമായ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് അച്ഛൻ്റെ ശരീരത്തിന് ഒരു തളർച്ച സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ വകവയ്ക്കാതെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്നുകൊണ്ട് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈദികനാണ് ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട PK സെക്രട്ടറിയാച്ചനെ മലയാളികളായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസികൾക്കൊക്കെ അറിയാം. എങ്കിലും അച്ഛൻ്റെ ജീവിതാനുഭവം ഇന്ന് നമ്മളോട് പങ്കുവെക്കുവാനായിട്ട് ഒരു നല്ല അവസരമാണ്. ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് അച്ഛനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛനോടൊരുമിച്ച് അല്പസമയം ചെലവഴിക്കാൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അച്ഛനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അറിയാനായിട്ടും ഇത്രയും പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും വളരെ സന്തോഷവാനായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അപ്പോൾ ഈ അച്ഛനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട്. അച്ഛൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് PK സെക്രട്ടറിയാച്ചൻ. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ഭവനത്തിൽ 1958 മെയ് മാസം 26-ാം തീയതി ജനിക്കുവാൻ തമ്പുരാൻ കൃപ ചെയ്തു. മാതാപിതാക്കളുടെ ശിക്ഷണത്തിലൂടെ അവിടെ പ്രാർത്ഥനാപരമായി മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഒരു പട്ടക്കാരനായി തീരുവാൻ തമ്പുരാൻ തുണ ചെയ്തു. പട്ടത്ത ശുശ്രൂഷയിൽ 38 വർഷം പൂർത്തീകരിച്ച് ഇപ്പോൾ ഔദ്യോഗികമായി റിട്ടയർ ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുന്നു. അച്ഛൻ പഠിച്ചത് ഒക്കെ എവിടെയാണ്? ബാല്യകാലം എൻ്റെ അമ്മ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്നു. അമ്മയുടെ സ്കൂളിൽ 7-ാം ക്ലാസ് വരെ പഠിച്ചു. തുടർന്ന് തിരുവല്ല SCS ഹയർ സെക്കൻഡറി സ്കൂളിൽ SLC പഠിച്ചു. പക്ഷേ SLC പരീക്ഷയിൽ ഞാൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. പരാജയമാണ് ജീവിതത്തെ മാറ്റിമറിച്ചതും ദൈവവേലയ്ക്ക് വേണ്ടതായി പൂർണ്ണസമയം സമർപ്പിപ്പാനും ദൈവം ഇടയാക്കിയത്. ഓരോ പരാജയവും ജീവിതത്തിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. പരാജയങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളോട് ഇടപെടും, നമ്മളോട് സംസാരിക്കും. പരാജയം ഒരിക്കലും ഒരു ദൈവവേദന ജീവിതത്തിൻ്റെ ആത്യന്തിക അനുഭവം അല്ല. അങ്ങനെ 10ാം ക്ലാസ്സിൽ തോറ്റ ഞാൻ
ആ തോൽവിയെ ദൈവത്തിൻ്റെ പദ്ധതിയായി കണ്ടുകൊണ്ട് പഠിക്കുവാനിടയായി. ജീവിതത്തിൽ പോരായ്മകൾ പറ്റിയ അപജയങ്ങൾ തിരുത്താനിടയായി. പിന്നീട് മാർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രിയും ഒട്ടും മോശമല്ലാത്ത മാർക്കിൽ പാസ്സായി. കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ MA എക്കണോമിക്സ് പാസ്സായി. അതിൽ തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് കോളേജിൽ B.Ed കംപ്ലീറ്റ് ചെയ്യാൻ ദൈവയിടയാക്കി. തുടർന്നാണ് മാർത്തോമ സഭയിലെ വൈദികനായുള്ള വിളി സ്വീകരിക്കുകയും മാർത്തോമ സഭയിലെ ഒരു വൈദികനാകണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകാനുള്ള കാരണം എന്താ? അതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, എൻ്റെ അമ്മയുടെ വലിയ പ്രോത്സാഹനം, അപ്പൻ്റെ വലിയ പിന്തുണ, അവരുടെ പ്രാർത്ഥന. അവർ ദേവാലയത്തിൽ വളരെ സജീവമായി ആരാധനയിലും ശുശ്രൂഷ പങ്കെടുക്കുമായിരുന്നു. എൻ്റെ അപ്പൻ എൻ്റെ ഇടവകയിലെ നേർത്തരയിൽ അന്ന് മുൻപന്തിയിലായിരുന്നു. അപ്പം നിരന്തരമായുള്ള ആരാധന, സൺഡേ സ്കൂൾ അഭ്യസനം, യുവജന സെക്രട്ടറിയുടെ പ്രവർത്തനം, മാത്രമല്ല പട്ടക്കാരുമായുള്ള നേരിട്ടുള്ള ഇടപാടുകൾ, ബന്ധങ്ങൾ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയ്ക്കായി സ്വാധീനിച്ച ഘടകങ്ങളാണ്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കാര്യമെന്ന് പറഞ്ഞാൽ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഞങ്ങളുടെ പള്ളിയിൽ ശുശ്രൂഷയ്ക്കായി വന്നു. അവരുടെ സ്വാധീനം വല്ലാതെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. മാത്രം അതോടൊപ്പം തന്നെ ആ 10ാം ക്ലാസ്സിലെ തോൽവി, ഇതെല്ലാം ഈ ശുശ്രൂഷയ്ക്ക് എന്നെ കൊണ്ടുവരാൻ ദൈവയിടയാക്കി. 38 വർഷം പൂർത്തീകരിച്ചെങ്കിലും ഇന്ന് വരെ പുറകോട്ട് നോക്കി അയ്യോ ഒരു ഒറ്റക്കാരനായി പോയല്ലോ, ഒരു ശുശ്രൂഷനായി തീർന്നല്ലോ എന്ന് ഈ ജീവിത പ്രതിസന്ധി പോലും ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി ഇന്നും കർത്താവിൻ്റെ വേലയിൽ ബദ്ധരായിരിക്കാൻ എനിക്ക് കൃപ തരുന്ന കർത്താവിനായി സ്തോത്രം. അച്ഛൻ വൈദികനാകുന്നതിന് മുമ്പ് അച്ഛന് ഏതെങ്കിലും ബിഷപ്പുമാരുടെയോ അല്ലെങ്കിൽ വൈദികരോ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഈ വൈദികനെ പോലെ ആകണം, അങ്ങനെ അച്ഛൻ്റെ മനസ്സിനെ ഒരു വ്യത്യാസം വരുത്തിയ, അല്ലെങ്കിൽ റോൾ മോഡൽ എന്നൊക്കെ നമ്മൾ പറയും, റോൾ മോഡൽ പോലെ ആരെ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ആരെ അനുകരിച്ചുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു വൈദികനാകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്? ഞാൻ വൈദികനാകാൻ എന്നെ ഏറെ സ്വാധീനിച്ച 2 വൈദികരെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന് റവറൻഡ് ഡോക്ടർ P.P. എബ്രഹാം, അദ്ദേഹം വികാരി ജനറലായിട്ടാണ് ഈ ലോകത്തിൽ മാറ്റപ്പെട്ടത്. അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിട്ട് വന്നു. അച്ഛൻ്റെ പ്രസംഗങ്ങൾ, അച്ഛൻ്റെ ആളുകളുടെ ഇടപെടലുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ അച്ഛൻ നല്ല പാട്ടുകാരനായിരുന്നു, അനുഗ്രഹിത ഗായകനായിരുന്നു. അച്ഛൻ ഒരു അവിവാഹിതനായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ചില സംഘർഷങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കായി പുത്തങ്കാവ് പാൽസനയിൽ പോയിരുന്നതും അച്ഛൻ പ്രാർത്ഥിച്ചതും ഒക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അന്യ വൈദികരുടെ സ്വാധീനം എന്നെ വല്ലാതെ ഈ ശുശ്രൂഷയിൽ കരുത്ത് നൽകിയിട്ടുണ്ട്. അത് നന്ദിയോട് ഞാൻ ഈ സമയം ദൈവസന്നിധിയിൽ അവരെ ഓർക്കുന്നു. അപ്പോൾ അവരിൽ കണ്ട ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ് അച്ഛൻ? അവരിൽ കണ്ട ഗുണമെന്ന് പറയുന്നത്, എനിക്ക് പട്ടം കിട്ടിയപ്പോൾ എനിക്ക് പട്ടം തന്നിട്ട് ഞങ്ങളുടെ തിരുമേനി, പട്ടം തന്ന തിരുമേനി ഈശോ മാർ തിമോത്തിയോസ് തിരുമേനിയാണ് എനിക്ക് പട്ടം തന്നു. തിരുമേനി അന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് മുതൽ അച്ഛൻ മാർത്തോമാസ് ഒരു വൈദികനാണ്. വലുതും ചെറുതുമായ ഇടവകളിൽ അച്ഛൻ അവസരം തരും. സ്ഥാപനത്തിൽ അച്ഛൻ B.Edകാരനായതുകൊണ്ട് സ്ഥാപനത്തിൽ അച്ഛനെ ശുശ്രൂഷയ്ക്കായി അയക്കും. എന്നാൽ അച്ഛനൊരു പള്ളിയിൽ ആരാധനയ്ക്ക് പങ്കെടുത്ത് കഴിയുമ്പോൾ ആ പള്ളിയിലെ മുമ്പന്മാർ അച്ഛനെ ഒന്ന് കണ്ട് ഹായ് ബായ് ഒക്കെ പറയും. എന്നാൽ അച്ഛനെ ഒന്ന് കണ്ട് ഒന്ന് സംസാരിക്കാം എന്ന് ചിന്തിച്ച് ആ മെയിൻ ഡോറിലോ അല്ലെങ്കിൽ സൈഡ് റോഡിലോ ഒക്കെ നിന്ന് അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാർ കാണും. അച്ഛൻ്റെ നോട്ടം അവരിലേക്കും അച്ഛൻ്റെ കരം അവരിലേക്കും അച്ഛൻ്റെ കാങ്ങല് അവരിലേക്കും ചെന്ന് അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അച്ഛൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നത് എന്നുള്ള ആ തിരുമേനിയുടെ പ്രോത്സാഹന വാക്കുകൾ എൻ്റെ ശുശ്രൂഷയിൽ ഏറെ എനിക്ക് കരുത്ത് നൽകിയിട്ടുണ്ട്. നന്ദിയോടെ ഞാൻ ഈശോ തിരുമേനിയെ ഓർക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ അച്ഛൻ എവിടെയാണ് വൈദിക പഠനത്തിന് വേണ്ടിയിട്ട് എവിടെയാണ്? ഞാൻ കോട്ടയം മാർത്തോമാ തിയോളജിക്കൽ സെമിനാറിലാണ്. 1986 മെയ് മാസം 23 ശമ്മാസിനായും 86 ജൂൺ മാസം
9-ാം തീയതി കശീശയായും പട്ടമേറ്റു. ആദ്യം എന്നെ നിയോഗിച്ചയക്കുന്നത് ബീഹാറിൽ പാറ്റ്ന എന്ന ഇടവകയിൽ അതിന് ചുറ്റുമുള്ള മറ്റ് കോൺഗ്രിഗേഷനിലും ഒപ്പം പാറ്റ്ന സെൻറ് തോമസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലുമായിട്ടാണ് ആദ്യത്തെ നിയോഗ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അവിടെ വെച്ച് കഠിനമായൊരു ടൈഫോയിഡ് എനിക്ക് പിടിപെട്ടു. അവിടെ കാലാവധി പൂർത്തീകരിക്കാതെ 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗസംബന്ധമായി ഞാൻ നാട്ടിൽ വരികയും ഏതാണ്ട് 6-7 മാസം ഞാൻ രോഗത്തോട് ചേർന്നുള്ള വിശ്രമത്തിലായിരുന്നു. അതിനുശേഷം എന്നെ മൈസൂർ സെൻറ് തോമസ് ഇടവകയുടെ വികാരിയായും ആ സ്കൂളിൻ്റെ മാനേജരുമായിട്ട് സഭ നിയോഗിച്ചു. ആ കാലഘട്ടത്തിൽ എൻ്റെ വാത്സല്യ പിതാവ് ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. 3 വർഷത്തെ കാലാവധി പൂർത്തീകരിച്ച ശേഷം നാട്ടിൽ തെക്കൻ ഭദ്രാസനത്തിൽ പെരിങ്ങള്ളൂർ മാർത്തോമ ഇടവകയുടെ ഒരു വികാരിയായിട്ട് തമ്പുരാൻ എന്നെ അയച്ചു. അവിടെയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ 3 വർഷം പൂർത്തീകരിച്ചു. അവിടെ നെയ്യാറ്റിങ്കര തെക്കൻ തിരുവാറങ്കൽ മിഷണറിയായിട്ട് 3 വർഷം ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം വടശ്ശേരിക്കര കർമ്മേൽ മാർത്തോമ ഇടവകയുടെ വികാരിയായിരുന്നു. തുടർന്ന് റാന്നി നസ്രത്ത് മാർത്തോമ ഇടവകയുടെ വികാരിയായി. അവിടെ നിന്നാണ് എന്നെ സഭ ഫിലഡൽഫിയ ബെഥേൽ മാർത്തോമ ഇടവകയുടെ വികാരിയായിട്ട് നിയോഗിച്ചയക്കുന്നത്. അപ്പോൾ അച്ഛന് ഇപ്പോൾ നടക്കാനായിട്ട് സാധ്യമല്ല, അച്ഛൻ്റെ അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി അല്ലേ? അപ്പോൾ അതെന്താണ്, അത് യഥാർത്ഥ കാരണം എന്താണ്? ഫിലഡൽഫിയ ബെഥേൽ ഇടവകയുടെ വികാരിയായിട്ട് 2001 മെയ് മാസത്തിൽ നിയോഗിച്ചു. ഞങ്ങൾ മെയ് മാസം 3-ാം തീയതി സകുടുംബം, ഞാനും എൻ്റെ സഹധർമ്മിണി, എനിക്ക് 3 മക്കളാണ്, 3 മക്കളും കൂടെ ഫിലഡൽഫിയ ബെഥേലിൽ ചെന്നു. ഞങ്ങളെ സഹർഷം അവർ സ്വീകരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊച്ച് ഇടവക. ഞാൻ മെയ് മാസം 3-നാണ് ചെന്നത്. ജൂലൈ മാസം 8-ാം തീയതി ഒരു ഭവനപ്രതിഷ്ഠയ്ക്കായി ന്യൂയോർക്കിലേക്ക് പോകേണ്ടി വന്നു. അത് ഭവനപ്രതിഷ്ഠ എന്ന് പറയുന്നത് എൻ്റെ അമ്മാച്ചൻ്റെ മകൻ്റെ വീടിൻ്റെ ഭവനപ്രതിഷ്ഠയായിരുന്നു. ഞങ്ങൾ സകുടുംബമാണ് യാത്ര തിരിച്ചത്. എന്നാൽ അവിചാരിതമായി എൻ്റെ സഹധർമ്മിണിക്ക് യാത്ര തുടരാൻ അല്പം ബുദ്ധിമുട്ടായതിനാൽ ദീർഘയാത്ര ചെയ്ത ശേഷം തിരിച്ച് എൻ്റെ സഹധർമ്മിണിയും കുഞ്ഞുങ്ങളെ ഞാൻ പാഴ്സയിലാക്കി. അത് ദൈവത്തിൻ്റെ പദ്ധതിയായി ഞാൻ ഇന്ന് കാണുന്നു. ഞാനും എൻ്റെ ഇടവകക്കാർ 2 പേരും കൂടാണ് ന്യൂയോർക്കിൽ പോകുന്നത്. കൃത്യസമയം ന്യൂയോർക്കിൽ എത്തിച്ചേർന്നു. ഭവനപ്രതിഷ്ഠയിൽ പങ്കെടുത്തു. എൻ്റെ അമ്മാച്ചൻ്റെ മോനെ എന്നെ നിർബന്ധിച്ചു അവിടെ നിൽക്കണം, പിറ്റേ ദിവസം വിടാം എന്ന്. പക്ഷേ എൻ്റെ ഭാര്യ സഹധർമ്മിണിയും ഒരുപാട് ദൂരെ ആയതുകൊണ്ട് അവരുടെ അടുത്ത് എത്തണമെന്നുള്ള നിർബന്ധം കൊണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ മടങ്ങുകയാണ്. മടങ്ങി വരുന്ന വഴി എൻ്റെ പാൽസ്നേഹിൻ്റെ ഏതാനും കിലോമീറ്റർ അകലെ ഒരു ½ അവർ യാത്ര കൊണ്ട് വീട്ടിലെത്താം, പാൽസ്നേഹ എത്താം. പക്ഷേ പെട്ടെന്ന് വാഹനം ഓടിച്ചിരുന്ന സഹോദരൻ ഒന്നും നോക്കാതെ നാഷണൽ ഹൈവേയിൽ യൂടേൺ എടുക്കുകയായിരുന്നു. യൂടേൺ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പുറകിൽ നിന്നൊരു പിക്കപ്പ് വാൻ വന്ന് ഇടിച്ചു. തൽക്ഷണം ഞാൻ ഇരുന്നിടത്തായിരുന്നു ഇടി പറ്റിയത്. ഞാൻ നല്ല ഉറക്കത്തിൽ, ഞാൻ ബാക്ക് സീറ്റിൽ കിടക്കുകയായിരുന്നു ക്ഷീണം കൊണ്ട്. ക്ഷീണം വരാൻ കാരണമുണ്ട്, അത് പിന്നീട് ദേവദാസൻ പറയുമ്പോൾ ഞാനത് പറയാം. അങ്ങനെ ആ ഒറ്റ ബാക്ക് ഞാൻ കിടക്കുന്ന സ്ഥലത്തായി ഇടി വന്നത്. തൽക്ഷണം ഞാൻ അബോധാവസ്ഥയിലായി. എൻ്റെ സ്പൈനൽ കോഡിൽ ഇഞ്ചുറി സംഭവിച്ചു. എന്നെ അതിവേഗം ഒരു ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ പോലീസ് എത്തിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ഥിതി വളരെ ഗുരുതരമായി. ഞാൻ സിംഗിങ് സ്റ്റേജിൽ അത് മനസ്സിലായി. എൻ്റെ പ്രഷറൊക്കെ ഡൗണായി. പെട്ടെന്ന് ഒന്നും നോക്കാതെ തന്നെ എന്നെ ഹെലികോപ്റ്ററിൽ വേറെ പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് ആ നിമിഷം തന്നെ എന്നെ എയർലിഫ്റ്റ് ചെയ്തു. അങ്ങനെ മരണം മുഖാമുഖമായി ദീർഘദിവസങ്ങൾ വളരെ പ്രയാസത്തിൽ വെന്റിലേറ്റർ കഴിയേണ്ടതായിട്ട് വന്നു. മരണം ഉറപ്പാണ്, വെന്റിലേറ്റർ മാറ്റാൻ വരെ തീരുമാനിക്കപ്പെട്ടു. എന്നാൽ വളരെ വളരെ സന്തോഷത്തോടെ കൃപയോടെ പറയട്ടെ, അനേക ദൈവമക്കളുടെ പ്രാർത്ഥന ഫലമായി എനിക്ക് ബോധം വീണു. ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആ ആക്സിഡൻറ്റിൽ എന്താണ് അച്ഛന്, അപ്പോൾ ഇപ്പോൾ അച്ഛന് സഞ്ചരിക്കാനായിട്ട് സാധ്യമല്ല, നടക്കാനായിട്ട് സാധ്യമല്ല അല്ലേ? അപ്പോൾ അതിന് ശേഷം അച്ഛൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിരാശ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ കാലുകൾക്ക് ശേഷിയില്ല, നടക്കാൻ കഴിയുന്നില്ല എന്നൊരു നിരാശ അച്ഛൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ? ദൈവം അറിയാതെയും അവൻ അനുവദിക്കാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ല. സംഭവിക്കുന്നതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നിരാശ എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമാണ്. നിരാശപ്പെടാത്ത ഒരാരാ ഉള്ളത്? നിരാശ മനുഷ്യ സഹജമാണ്.
ചില സമയത്ത് നിരാശപ്പെട്ടു പോകും, ചില സമയത്ത് റിസൈൻ ചെയ്യാൻ തോന്നും, ഇനിയും വേണ്ട. ഏലിയാവ് പോലും റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചില്ലേ? എന്നാൽ ആ ഏലിയാവിനെ റീസൈൻ ചെയ്തൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് ഞാനും നിരാശയിൽ വാകാറുണ്ട്. എന്നാൽ ആ നിരാശ അനുഭവത്തിലും തമ്പുരാൻ ഇറങ്ങി വന്ന് പൊക്കിയെടുത്ത് യഥാസ്ഥാനപ്പെടുത്തി ഇന്നലെ ചെയ്ത ശുശ്രൂഷയേക്കാൾ വേഗതയേറെ ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ കാലിന് കരുത്തിരുന്ന ദൈവത്തിനായ സ്തോത്രം. എൻ്റെ 2 കാലുകൾ നഷ്ടപ്പെട്ടുള്ളൂ, ചലനം നഷ്ടപ്പെട്ടു. എനിക്കിന്ന് 4 കാലുകൾ തമ്പുരാൻ തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നെഞ്ചിന് താഴോട്ടാണ് തളർന്നിരിക്കുന്നത്, അരയ്ക്ക് താഴോട്ടല്ല. എനിക്ക് ചലനശക്തി ഉള്ളത് നെഞ്ചിന് മുകളിലോട്ട് 2.5 ചാണേ ഉള്ളൂ. എന്നാൽ ഈ 2.5 ചാണിനകത്ത് കൃപ വന്നങ്ങ് നിറഞ്ഞെഴിയുക. ഞാനിന്ന് കൃപയുടെ സാക്ഷിയാണ്, പ്രതിസന്ധിയുടെ സാക്ഷിയല്ല, പ്രശ്നങ്ങളുടെ സാക്ഷിയല്ല. പ്രശ്നങ്ങൾക്കകത്ത് എന്തുമാത്രം കൃപ വ്യാപരിക്കും എന്നുള്ളതിൻ്റെ നേർസാക്ഷിയാണ് ഞാൻ ജീവിതത്തിൽ. 2001 ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ 2024 ഏതാണ്ട് 23 വർഷം അച്ഛൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് പറയാമോ? കേട്ട പാട്ട് സുന്ദരം, കേൾക്കാനുള്ളത് സുന്ദരം. പുറകോട്ട് നോക്കിയാൽ എൻ്റെ ആരോഗ്യ സമയത്ത് ഞാൻ ചെയ്തെടുത്ത ശുശ്രൂഷയെ തമ്പുരാൻ ഉപയോഗിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ അനാരോഗ്യ സമയത്ത്. ഞാനിത് മാർത്തോമാസയുടെ പട്ടക്കാരൻ മാത്രമല്ല, ഞാൻ ചെന്നെത്താത്ത ഇടങ്ങളില്ല, ചെന്നെത്താത്ത സ്ഥലങ്ങളില്ല, തമ്പുരാനെ അയക്കുന്നിടത്തെല്ലാം യാതൊരു സഭാവ്യത്യാസം കൂടാതെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം പ്രാപ്തി. അതുകൊണ്ട് ദൈവം നന്മയ്ക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് പൂർണ്ണ ഉറപ്പും പൂർണ്ണ വിശ്വാസവും എനിക്കിന്നും ഈ നിമിഷം വരെ ഉണ്ട്. അച്ഛനെ സംബന്ധിച്ച് ദൈവത്തിൽ തെറ്റുപറ്റത്തില്ല. അച്ഛന് ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം ഈ നെഞ്ചിന് താഴേക്ക് തളർന്നു പോയിരിക്കുകയാണ്. അതിനുശേഷം ഈ 24 വർഷം അച്ഛൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ പ്രസംഗകനും ബൈബിൾ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നതും ആയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ ഓടി നടന്ന് തനിക്ക് ആരോഗ്യമുണ്ടായിരുന്നതിനെ സമയത്ത് ചെയ്തതിനെക്കാട്ടിലും അതിശക്തമായ ശുശ്രൂഷയാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ മാർത്തോമാ സഭയിൽ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗകനാണ്. അപ്പം എങ്ങനെയാണ് അച്ഛൻ്റെ ഓരോ ദിവസത്തെ യാത്ര എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ രാവിലെ 5:30 ആകുമ്പം എഴുന്നേൽക്കും. എനിക്കൊരു വലിയ മിനിസ്ട്രി ഉണ്ട്. ഞാൻ 1500 പേർക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു ഷോർട്ട് മെസ്സേജ് വാട്സാപ്പിലയക്കും. ഷോർട്ട് മെസ്സേജ്, അത് വോയിസ് അല്ല, ഇൻ റൈറ്റിംഗ്. 1500 പേർക്ക് അയക്കും. അത് രാവിലെ അയക്കും, വൈകിട്ട്. അത് പലർക്ക് അവർ ഷെയർ ചെയ്യും. അത് ഫേസ്ബുക്കിലും എല്ലാം അത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് വലിയ മിനിസ്ട്രിയാണ്. അത് കണ്ടില്ലെങ്കിൽ എന്നെ വിളിക്കും. അപ്പോൾ അവർക്കറിയാം ഞാൻ ഇവിടെ ഹോസ്പിറ്റലാണ്, എന്തോ പ്രശ്നം എനിക്കുണ്ട്. അത് കണ്ടില്ലെങ്കിൽ എന്നെ വിളിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ഇത് അനേക ഇടങ്ങളിൽ അത് പോകുന്നുണ്ട്. അനേകനെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ചില ആളുകൾ മെസ്സേജ് എനിക്കുള്ളതായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, 2 ദിവസം മുമ്പ് എനിക്കൊരു വോയിസ് ക്ലിപ്പ് വന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് സ്ഥലം അറിയത്തില്ല, തീയതി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നെടുങ്ങാടപ്പള്ളിയിൽ ഒരു വീട്ടിൽ, ഷാജൻ എന്ന് പറയും, അദ്ദേഹം CSI സഭയിലൊരു ഉപദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചു. ഞാനിങ്ങ് പോരുന്നു. പക്ഷെ മിനിഞ്ഞാന്ന് എനിക്ക് വോയിസ് ക്ലിപ്പ് വന്നു. ആ മീറ്റിങ്ങിൽ ഒരു ഹൈന്ദവ സ്നേഹിതൻ എൻ്റെ പ്രസംഗം കേട്ടു. അദ്ദേഹം അവിടെ നിന്ന് മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്നാനമായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ ചോദിച്ചു, താങ്കൾ ആരുടെ പ്രസംഗം കേട്ട ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്ന്? അപ്പോൾ പാസ്റ്റർ പ്രതീക്ഷിച്ച് മറ്റ് ചില ആളുകളെയാണ്. പക്ഷെ പറഞ്ഞു, ഒരു സക്രിയാച്ചൻ, അദ്ദേഹം വീൽ ചെയറിലാണ് വന്നിരുന്ന് പ്രസംഗിച്ച്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള മെസ്സേജ് എന്നെ വല്ലാതെ സ്പർശിച്ചു. അച്ഛനെ ഞാൻ കണ്ടില്ല, കേട്ടില്ല. അപ്പോൾ ആ പാസ്റ്റർക്ക് അറിയേണ്ടത് ഈ ഡേറ്റ് അറിയണം. കാരണം അദ്ദേഹം രക്ഷിക്കപ്പെട്ട ദിനം അറിയണം. അപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്ക് യാതൊരു ഓർമ്മയില്ല എന്നാ പ്രസംഗിച്ചെന്നാണ്. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുന്നു, നമ്മൾ വിതയ്ക്കുന്ന വചനം
ഇന്നല്ലെങ്കിൽ നാളെ ചില ആളുകളിൽ ക്രിയ ചെയ്യും. നമ്മളിപ്പോൾ ഒന്നും റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ട. പക്ഷേ തമ്പുരാൻ അതിനെ മഴയും മഞ്ഞും ഒക്കെ അയച്ച് 30, 60, 100 ഫലം കായ്പിക്കും എന്നുള്ള പ്രതീക്ഷയോടെ വേണം ദൈവവചന ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് പോകാൻ. ദൈവവചന ശുശ്രൂഷയിൽ മായം ചേർക്കല്. ഒറ്റ സുവിശേഷമുള്ളൂ, യേശു ക്രിസ്തു. അതറിയിക്കുന്നതിൽ ഒരിക്കലും ലജ്ജിക്കരുത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു പട്ടക്കാരനാണ്. അച്ഛൻ രാവിലെ 1500 പേർക്ക് സന്ദേശം അയക്കും. പിന്നീട് ഉള്ള സമയങ്ങൾ എങ്ങനെയാണ് അച്ഛൻ ചെലവഴിക്കുക? പിന്നീട് രാവിലെ കുറച്ച് നേരം എൻ്റെ ഇപ്പം പാസ്റ്റർ തന്നെ കണ്ടു, ഒരു മേശയുണ്ട്, അവിടെ വേദപുസ്തകമുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ വന്ന് എനിക്ക് മറ്റ് പ്രോഗ്രാം ഇല്ലെങ്കിൽ ഞാൻ ഏറെ സമയം ബൈബിൾ വായിക്കും, പുസ്തകം വായിക്കും, എന്തെങ്കിലും നോട്ട്സ് തയ്യാറാക്കും. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണമുണ്ട്, ഇന്നിപ്പോൾ രാവിലെ ഒരു ബാപ്റ്റിസത്തിന് പോയി, പ്രോഗ്രാം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ആ പ്രോഗ്രാമിന് പോകും. വീണ്ടും തിരിച്ചു വരുമ്പോൾ എനിക്ക് ഈ ടോയ്ലറ്റ് പോകണമെങ്കിൽ സപ്പോസിറ്ററി വെക്കണം. സപ്പോസിറ്ററി വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴേത് ഒരു 20% പോകും. ബാക്കി മുഴുവൻ ഇടതുവശം ചരിഞ്ഞ് കിടന്ന് ഫിംഗർ ഉപയോഗിച്ച് എടുക്കുന്നവനാണ് ഞാൻ. ഫിംഗർ ഉപയോഗിച്ചെടുക്കുന്നവനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി വീണ്ടും തിണ്ണയ്ക്ക് വന്നിരുന്ന് വേദപുസ്തകം വായിക്കും. ഈ വൈകിട്ടത്തേക്കുള്ള രാവിലെ വൈകിട്ടുള്ള മെസ്സേജ് വലിയ പാടാണ്. ഷോർട്ട് മെസ്സേജ് ആയിരിക്കണം, അത് ബ്രീഫായിരിക്കണം, സ്പർശിക്കുന്നതായിരിക്കും. വളരെ സ്ട്രെയിനാണ്. അത് വളരെ പ്രാർത്ഥനാപൂർവ്വം അത് എഴുതും. അത് വേറെ അയച്ചു കൊടുക്കും. എനിക്കതിൻ്റെ കഴിവില്ല അത് പ്രിൻ്റൊക്കെ ആക്കാനായിട്ട്. അത് എഡിറ്റ് ചെയ്ത് വന്ന് രാത്രി ഒരു 8, 9 ആകുമ്പോൾ അയക്കും. രാത്രി 8 ആകുമ്പോൾ കുടുംബ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് നേരെ പോയി സുഖമായിട്ട് പോയി കിടക്കും. പിന്നെ ഈ ന്യൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ രാഷ്ട്രീയ അവലോകനമൊക്കെ ഞാൻ കേൾക്കും. കുറച്ചിരുന്ന് ഈ ചാനൽ ചർച്ചയൊക്കെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനാപൂർവ്വം കിടക്കും. ഇതാണ് എൻ്റെ അനുഭവം. അപ്പം ഇതിനകത്തൊരു കാര്യങ്ങൾ, അതായത് ഈ എന്തുകൊണ്ട് ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. വൈ ഇറ്റ് ഹാപ്പൻ ടു യു? അച്ഛൻ ദൈവദാസനാണ്, അച്ഛൻ എന്തുകൊണ്ട് സംഭവിച്ചു? പലപ്പോഴും ഈ ആളുകളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന വിഷയമാണ് എന്തുകൊണ്ട് കഷ്ടത എന്നുള്ളത്. ഇന്നും ആളുകൾ എവിടെ ചെന്നാലും ചോദിക്കുന്ന ചോദ്യമാണ്, അറിയാതും ചോദിക്കുക, എന്തുകൊണ്ട് കഷ്ടത? അപ്പോൾ എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കഷ്ടതയ്ക്കൊരു തൃപ്തികരമായ ഉത്തരം ഈ ഭൂമിയിലില്ല. ഉത്തരമുണ്ട്. ഉത്തരം ഞാൻ നിശ്ചയമായിട്ട് ഈ ഇപ്പം പ്രിയപ്പെട്ട സാജു ബ്രദറിൻ്റെ ശുശ്രൂഷയുടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ കണ്ണ് തുറക്കുന്നത് എൻ്റെ അപ്പൻ്റെ അടുത്തായിരിക്കും, എൻ്റെ കർത്താവിൻ്റെ അടുക്കിലായിരിക്കും. കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ ഞാൻ കുറേ നേരം ഈ കർത്താവിനെ നോക്കിക്കൊണ്ട് നിൽക്കും. നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞാൻ അമ്മയെ പോയി കാണും. കാര്യം എന്നെ അതുപോലെ ഈ ശുശ്രൂഷയിൽ ഒരിക്കലും പ്രാർത്ഥിച്ചതും എൻ്റെ പ്രിയ മാതാവാണ്. അപ്പൻ്റെ പിൻപിലുള്ള സപ്പോർട്ടെങ്കിൽ മുമ്പിൽ നിന്ന് നയിച്ചതും പ്രാർത്ഥിച്ച് ഒരുക്കിയത് എൻ്റെ പ്രിയ മാതാവാണ്. അവിടെ അമ്മയെ പോയി കാണും, അത് എൻ്റെ അപ്പനെ കാണും. എൻ്റെ ഒരു മോൻ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു, അവനെ പോയി. അത് ബാക്കി എൻ്റെ കസിനെ, എൻ്റെ ഉപ്പാപ്പന്മാരെയും ഒക്കെ കണ്ടിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടിട്ട് ഞാൻ തിരിച്ച് വീണ്ടും തമ്പുരാൻ്റെ അടുക്ക എത്തും. തമ്പുരാൻ്റെ അടുക്ക വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ തമ്പുരാൻ അവസരം തരികയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും: തമ്പുരാനെ, എൻ്റെ 43-ാമത്തെ വയസ്സിൽ ഓടി നടക്കുമ്പോൾ എനിക്കെന്താ ഇത് സംഭവിച്ചത്? അപ്പോൾ തമ്പുരാൻ്റെ വായിൽ നിന്ന് ഉത്തരം കിട്ടും. ആദ്യവരെ ക്ഷമയോടെ, തമ്പുരാൻ്റെ ഉത്തരം കിട്ടുന്നവരെ ക്ഷമയോടെ പ്രാർത്ഥനാപൂർവ്വം വചനത്തിൽ ആശ്രയിച്ച് കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കുന്നതാണ് കഷ്ടതയ്ക്കകത്ത് ഒരു ദൈവവേദന കരണീയമായിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ടോയ്ലറ്റ് പോകുന്ന കഥ. ടോയ്ലറ്റ് ഈ സപ്പോസിറ്ററി വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞൊരു 20% പുറത്ത് പോകത്തുള്ളൂ. ബാക്കി മുഴുവൻ സ്വന്തം കൈയുടെ ഇടതുവശം കരിഞ്ഞ് കിടന്ന് ഈ കൈയിട്ടത് എടുക്കണമെങ്കിൽ വല്ലാത്ത പാടാണ്. അപ്പം വല്ലാതെ അങ്ങ് വേർക്കും നമ്മൾ വല്ലാതെ അസ്വസ്ഥനാകും. അപ്പം പാസ്റ്ററൊക്കെ കാണാം, എൻ്റെ ബെഡ്റൂമിൽ ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട്, അതൊരു കുരിശുണ്ട്. ഞാൻ വല്ലാതെ അസ്വസ്ഥനാകുമ്പോൾ ഞാൻ ക്രൂസിലേക്കൊന്ന് നോക്കും. ഞാൻ പറയും, മനസ്സ് സംഘർഷമാകുമ്പോൾ, മനസ്സ് നൊമ്പരപ്പെടുമ്പോൾ നോക്കാൻ ഒറ്റയിടുകയുള്ളൂ ക്രൂശ്. തമ്പുരാൻ്റെ ക്രൂശിലുണ്ട് നമ്മുടെ കഷ്ടതയ്ക്ക് ഉത്തരം.
ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ക്രൂശിതൻ നമ്മുടെ അടുത്തോട്ട് നമ്മുടെ കഷ്ടതയിൽ ചാരെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ കഷ്ടതയ്ക്ക് ഉത്തരവുണ്ട്. ലുക്ക് അറ്റ് ദി ക്രൂസിലേക്ക് നോക്കുക. മൂന്നാമത് ഞാൻ പറയുന്നത്, ചില കഷ്ടതകൾക്ക് ജീവിതത്തിൽ വന്നാൽ എന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കാരണവശാലും വൈദ്യശാസ്ത്രം ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് ഒരു മരുന്ന്. നിങ്ങളുടെ ജീവിതാവസാനം വരെ ഇത് തുടരേണ്ടി വരും മറ്റൊരു മരുന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ. അപ്പോൾ ചില കഷ്ടതകൾ ജീവിതത്തിൽ വന്നാൽ അത് അവസാനം വരെ തുടരേണ്ടി വരും. പൗലോസ് അപ്പോസ്തലൻ ജഡത്തിൽ ശൂലം വന്നു, 3 വട്ടം പ്രാർത്ഥിച്ചു. 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ അപ്പം കൊടുത്ത ഉത്തരം, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ ചില കഷ്ടതകൾ വരുമ്പോൾ നാം പ്രാർത്ഥിച്ചാൽ ഉത്തരം നോ ആയിരിക്കും, ചിലപ്പോൾ യെസ് ആയിരിക്കും, ചിലപ്പോൾ വെയിറ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ നോർമലി പറയുന്നത്. എന്നാൽ ഞാൻ പറയും, ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം നമ്മൾ പ്രാർത്ഥിച്ച വിധത്തിലായിരിക്കത്തില്ല. തമ്പുരാൻ വേറൊരു ഉത്തരവായിരിക്കും തരുന്നത്. എനിക്ക് തന്ന ഉത്തരം ഇതാണ്, മോനെ എൻ്റെ കൃപ നിനക്ക് മതി. അപ്പം രോഗം മാറാൻ പ്രാർത്ഥിച്ചു, തമ്പുരാൻ തന്നത് കൃപയാണ്. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ മാറത്തില്ല, പക്ഷെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു കാര്യം ആടിവരായിട്ട് ഞാൻ പറയും, ദൈവം അറിയാതെയും അവൻ അനുവദിക്കാതെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. സംഭവിക്കുന്നതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. 23 വർഷത്തെ എൻ്റെ ജീവിതം ഒറ്റ വാക്ക് പറഞ്ഞാൽ എല്ലാം തമ്പുരാൻ നന്മയ്ക്കായി ചെയ്യുന്നവനാണ്. അച്ഛനിപ്പം എത്ര വർഷമായി ഈ വൈദിക ശുശ്രൂഷയിൽ മുഴുവൻ? 38 വർഷം. 86 കഴിഞ്ഞ് 38 വർഷം, 37 വർഷം കംപ്ലീറ്റ് ചെയ്തു. വർഷമൊന്നും അല്ലല്ലോ, എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ലോ. ആണോ? അല്ല. എത്ര വർഷം ശുശ്രൂഷ ചെയ്യുന്നുള്ളതാണ്? അല്ല. ശുശ്രൂഷ എത്ര വർഷം ചെയ്തു എന്നുള്ളതല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അഭിമാന വിഷയമൊന്നുമല്ല. ശുശ്രൂഷിക്കുമ്പോൾ തമ്പുരാനോട് തമ്പുരാൻ്റെ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. അത് എത്ര വർഷമാകട്ടെ, അച്ഛൻ വളരെ സംതൃപ്തിയോടെ ഇപ്പം ഈ മിനിറ്റ് വിളിച്ചാൽ ഞാൻ പറയും, നല്ല പുറപ്പൊരുതു, ഞാൻ ഒട്ടം തികച്ചു. സാറ്റിസ്ഫൈഡാണ് ജീവിതം, സംതൃപ്തമാണ്. ലഭിച്ചതല്ലാതെ ഒന്നുമില്ല, എല്ലാം തമ്പുരാൻ ദാനമാണ്. ഇതിനകത്ത് ഞാൻ വളരെ സംതൃപ്തനാണ്. ഈ പരിമിതിക്കുള്ളിലും സംതൃപ്തനായി ജീവിപ്പാൻ കഴിയണം. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് നല്ല വിദ്യാഭ്യാസമുള്ള, അതായത് PG BEd ആണ് അച്ഛൻ. അപ്പം ഇത്രയും പഠിക്കുകയും ഒക്കെ ചെയ്ത അച്ഛനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അച്ഛൻ ഈ സെമിനാരി കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടോ? ഞാൻ ഈ സെമിനാരിലൊന്നും പഠിപ്പിക്കുന്നില്ല. ഈ സെമിനാരിയിലൊക്കെ പരീക്ഷ എഴുതുന്ന താല്പര്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ, സമർപ്പണമുള്ള കുഞ്ഞുങ്ങൾ, വേദപുസ്തകം അവർക്ക് പരീക്ഷയുണ്ട്, ബൈബിൾ നോളജിനെക്കുറിച്ച് പരീക്ഷയുണ്ട്. അങ്ങനെ താല്പര്യപ്പെട്ട് വരുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ സമയവും സന്ദർഭത്ത് അവരോട് ഇരുന്ന് മുഴുവൻ വേദപുസ്തകം ഞങ്ങൾ ഒരുമിച്ചത് വായിക്കും. വായിച്ചിട്ട് വേദപുസ്തകം പങ്കുവെക്കും. നോട്ട്സൊക്കെ അവർ തന്നെ എഴുതിക്കോണം. പക്ഷെ ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിക്കും. ഇപ്പോൾ ഞങ്ങൾ മർക്കോസിന് സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുക. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 5-ാം അധ്യായം വായിക്കും. അതിനകത്തെ കാര്യങ്ങൾ, ആ ഇൻസിഡൻസ് ഒക്കെ പറയും. അതങ്ങനെ പറഞ്ഞാൽ അടുത്ത 6 അങ്ങനെ ഒരുമിച്ച് വായിക്കുകയാണ്. നോട്ട്സ് കൊടുക്കാറില്ല. വലിയ അങ്ങനെ പഠിപ്പിക്കാനുള്ള വേദപുസ്തക പരിജ്ഞാനം, ഞാൻ ഒരു കൊച്ചു ബീഡിക്കാരനാണ്. അതിനപ്പുറത്തോടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കാനെങ്കിൽ ഞാൻ അന്ന് സെമിനാരി പഠിക്കുന്ന സമയത്തും ഞാൻ പ്രിഫർ ചെയ്തത് ഒരു സുവിശേഷകനായി ഒരു കൺവെൻഷൻ പ്രസംഗം മാറണമെന്നുള്ള. അതുകൊണ്ട് ഞാൻ ഹയർ സ്റ്റഡീസിന് പോയില്ല. എങ്കിലും ഞാൻ വേദപുസ്തകം വായനയിലൂടെയും പുസ്തക വായനയിലൂടെ ലഭിച്ച അറിവുകൾ അനേകർക്ക് പ്രയോജനകരമായി ഉപയോഗിക്കുന്നു എന്നെനിക്ക് പറയാനുള്ളൂ. അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയിൽ പല സ്വന്തക്കാർ, ബന്ധുമിത്രാദികളൊക്കെ അവരൊക്കെ വരികയും വളരെ ദയനീയതയോടുകൂടെ അച്ഛനോട് സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ. ആ സന്ദർഭങ്ങളിലൊക്കെ അച്ഛൻ എന്താണ് അവർക്ക് കൊടുക്കുന്നൊരു മറുപടി? ആദ്യ സമയത്ത് അങ്ങനെ ദയനീയമായി സംസാരിച്ചവരുണ്ട്. അയ്യോ അച്ഛനിങ്ങനെ പറ്റിപ്പോയല്ലോ. ഇപ്പോഴാണ് ഞാൻ ചിലപ്പം ഈ സങ്കടപ്പെട്ട് നൊമ്പരപ്പെട്ട് എന്നെ നോക്കാറുണ്ട്. ശുശ്രൂഷ കഴിഞ്ഞിട്ട് വന്ന് വളരെ ആകുലപ്പെട്ട് കണ്ണുനീരോടുകൂടെ എന്നെ അയ്യോ അച്ഛനിങ്ങനെ പറ്റിയല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അവരോട് പറയുന്നത്, അപ്പോൾ അവർ അന്നേരം തന്നെ പറയും, അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കി അച്ഛൻ്റെ പുഞ്ചിരി കാണുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും. അതെ. അപ്പോൾ ചിലർ പറയും ഞങ്ങളുടെ പ്രശ്നമാണ് വലിയ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്, പക്ഷെ അച്ഛനെ കാണുമ്പോൾ അച്ഛൻ പ്രശ്നം നോക്കുമ്പോൾ ഞങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും ആ സുഖം ഒരു 10 മിനിറ്റേ കാണത്തുള്ളൂ.
എന്നെ കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തെ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സുഖം 10 മിനിറ്റ് ഞാൻ പോയിക്കുമ്പോൾ തീരും. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് എന്നെയല്ല, കഷ്ടത സഹിച്ച് മരണത്തെ ജയിച്ച് കഷ്ടതമേൽ ജയമെടുത്ത ഒരു കർത്താവ്. ലുക്ക് അറ്റ് ഹിം. അതെ, എന്നെയല്ല നോക്കണ്ടേ. എന്നെ നോക്കിയ 10 മിനിറ്റ് കൊണ്ട് ഞാൻ പോയി കഴിയുമ്പോൾ തീരും. മനസ്സിലായി? അതെ, മനസ്സിലായി. അതെ. അപ്പോൾ അച്ഛൻ എന്താണ് അച്ഛൻ്റെ ഈ വീഡിയോ കാണുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്, പ്രതിസന്ധികളില്ലാത്ത ആളുകൾ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് അച്ഛന് പൊതുവെ കൊടുക്കാനൊരു സന്ദേശം? എന്താണ്? പ്രതിസന്ധികളില്ലാത്ത ആരും ഇല്ല. പ്രതിസന്ധികളെ നോക്കി നെടുവീർപ്പിടുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ലഭിച്ച പ്രതിസന്ധികളെ എങ്ങനെ ദൈവത്തോട് ചേർന്നതിനെ പദ്ധതിയാക്കാമെന്ന് നാം മനസ്സിലാക്കണം, പഠിക്കണം. അത് വലിയ അത് വളരെ ഏറെ ആവശ്യമാണ്. ഒത്തിരി ഗ്രഹപാഠം ആവശ്യമാണ്. പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. പ്രതിസന്ധികളെ എങ്ങനെ ദൈവത്തോട് ചേർന്ന് പദ്ധതിയാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എനിക്ക് കഴിഞ്ഞ ഈ 23 വർഷം ഞാൻ വീൽ ചെയറിലാണ്. പക്ഷേ ഈ വീൽ ചെയറിനെ പുൾപ്പിറ്റാക്കുകയാണ് ഞാൻ. വീൽ ചെയറിനെ പുൾപ്പിറ്റാക്കുകയാണ്. പരാതി എനിക്കില്ല, പഴി എനിക്കില്ല, പുറുപുറുപ്പില്ല. തമ്പുരാൻ തന്നു, തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. തമ്പുരാൻ തന്നു. യോബ് പറഞ്ഞല്ലോ, യഹോവ തന്നു, യഹോവ എടുത്തു. ഞാൻ പറയും, യഹോവ നീ എന്നെ എടുത്തു. ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് പ്രശ്നം നീ തന്നു. പ്രശ്നം തന്ന നീയാണ് എന്നെ ഇപ്പോൾ എടുക്കുന്നത്. തന്നു, യഹോവ എടുത്തു. അവിടെ നാമം വാഴ്ത്തപ്പെട്ടെ. അപ്പോൾ തമ്പുരാൻ്റെ കരങ്ങളിലായി തീർന്നാൽ എന്താ പറയുക? സ്തോത്രമല്ല എന്നാ പറയാനുള്ളത്. തമ്പുരാൻ തന്നതാണെല്ലാം. തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അതെടുക്കുക, വാഴ്ത്തുക, നുറുക്കുക, കൊടുക്കുക. തമ്പുരാൻ എടുത്തു, വാഴ്ത്തി, നുറുക്കി, കൊടുത്തു. തമ്പുരാനെ എടുത്തു, വാഴ്ത്തി, അവൻ നുറുക്കി. തമ്പുരാൻ എന്നെ എടുത്തു, അവന് വാഴ്ത്തി, അവൻ നുറുക്കി. എടുക്കുന്നത് വാഴ്ത്താനാണ്, വാഴ്ത്തുന്നത് നുറുക്കാനാണ്, നുറുക്കുന്നത് കൊടുക്കാനാണ്. ഇരുന്ന് തുരുമ്പിക്കുകയല്ല, തമ്പുരാന് വേണ്ടി എരിഞ്ഞ് തീരുന്നതാണ് ഒരു ദൈവവേദന കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതാന്ത്യം വരുമ്പോൾ തമ്പുരാനെ ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു, ഇതാ തമ്പുരാൻ വിളിച്ചാട്ടെ വരാം എന്നുള്ള പറഞ്ഞുകൊണ്ട് കൈ തമ്പുരാൻ്റെ കാര്യങ്ങളിൽ കൊടുക്കുമ്പോഴാണ് ജീവിതകാലത്തും അർത്ഥപൂർണ്ണമായി മാറുന്നത്. അതെ, അച്ഛൻ്റെ ഈ പ്രതിസന്ധിയിൽ മാർത്തോമാ സഭയുടെ ഒരു പങ്കാളിത്തത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു പുനർജന്മം തന്നാൽ, പുനർജന്മൊന്നും വിശ്വാസമില്ല, അങ്ങനെ ചിന്തിച്ചാളയല്ല. ഒരു പുനർജന്മം, തമ്പുരാൻ സ്വർഗത്തിൽ ചെല്ലുക, ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഒരു പുനർജന്മം തന്നാൽ ഏത് സഭ സ്വീകരിക്കും? ഈ ചോദ്യം എന്നോട് കത്തോലിക്ക സഭയിലെ മിടുക്കന്മാരെ അച്ഛന്മാർ വർഷങ്ങൾക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. അവർ ചോദിച്ച ചോദ്യമാണ്, അച്ഛോ ഒരു ചോദ്യം ചോദിച്ചിട്ട്, ഒരു തമ്പുരാൻ ഒരു പുനർജന്മം തന്നാൽ അച്ഛൻ ഏത് സഭ സ്വീകരിക്കും? ഞാൻ പറഞ്ഞു, എനിക്ക് മലങ്കര മാർത്തോമാ സുറിയാനി സഭ മതി. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഉത്തരം കൊണ്ട് അവർ പോകും. പക്ഷെ അവർ ദൈവശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ചോദിച്ചു, അങ്ങനെയൊന്നും പറയാൻ പറ്റുകയല്ല, അതിൻ്റെ റീസൺ പറയണം, വായി. ഞാൻ പറഞ്ഞു, തുറന്ന വേദപുസ്തകം. എല്ലാം നഷ്ടപ്പെട്ടൊരു സഭയാണ് മാർത്തോമാ സഭ. എൻ്റെ ചരിത്രം പഠിച്ചാൽ ആ സഭയിൽ അന്ന് പിതാക്കന്മാർ നിർത്തിയത് തുറന്ന വേദപുസ്തകമാണ്. തുറന്ന വേദപുസ്തകം കൈമുതലായിട്ടുള്ള ഒരു സഭയിൽ തുറന്നിരിക്കാനായിട്ട് കാണിക്കുന്നു. രണ്ടാമത് എൻ്റെ വീട് കല്ലിശ്ശേരിലാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മാരാമൺ കൺവെൻഷൻ്റെ ആരംഭം കുറിക്കുന്നത് സുവിശേഷ പ്രസംഗത്തിലൂടെയാണ്. സുവിശേഷ പ്രസംഗം ആരംഭിച്ചത് കല്ലിശ്ശേരി കടവിൽ മാളികയിലാണ്. അവിടെ 11 അൽമായക്കാരും പട്ടക്കാരും കൂടെ, ഒരു പട്ടക്കാരനും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ പരിശുദ്ധാത്മ കത്തിയിറങ്ങി. പരിശുദ്ധാത്മ വ്യാപാരം ഒരു കാലത്ത് ഇത്ര ശക്തമായി അനുഭവിച്ചൊരു സഭ കേരളത്തിലില്ല. ആ സഭയിലംഗമായിരുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ സാജു ചോദിച്ചൊരു ചോദ്യം, തിരുമേനിമാരുടെ സഭയുടെ ഒരു പിന്തുണ എന്നുള്ള. എനിക്ക് എൻ്റെ സഭയിലൂടെ ദൈവം തന്നതല്ലാതെ ഒന്നും ജീവിതത്തിലില്ല. ഞാനിന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും, ഞാനിന്ന് അനുഭവിക്കുന്ന സകല നന്മകളും എൻ്റെ സഭയിലൂടെ എൻ്റെ ദൈവം തന്നതാണ്. എനിക്ക് വേണ്ടുന്ന പ്രോത്സാഹനം, പിന്തുണ സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ തന്ന മെത്രാപ്പൊലീത്തമാരുണ്ട്.
എനിക്ക് അപകട സമയം പീലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ മെത്രാപ്പൊലിത്ത, അതിനുശേഷം ജോസഫ് മാർത്തോമ, ഇപ്പോൾ തിയോഡോഷ്യസ് മാർത്തോമ, ഈ വന്യ മെത്രാപ്പൊലിത്തമാരെല്ലാം സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും എന്നെ നന്നായി പ്രോത്സാഹനം. സഹോദര പട്ടക്കാർ ശുശ്രൂഷ ഇടം തരുന്ന എനിക്ക് ഈ ആക്സിഡൻറ്റ് ശേഷം ഒരു ഇടവകയൊന്നും ലഭിച്ചില്ല. പക്ഷേ ശുശ്രൂഷ നിൽക്കാൻ കാരണം എൻ്റെ സഹവൈദികർ എന്നെ വിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും, അവരില്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷയുണ്ടോ? അതുകൊണ്ട് എൻ്റെ സഹോദര പട്ടക്കാരെ, എൻ്റെ തിരുമേനിമാരെ ഒന്നും എനിക്കൊരിക്കലും വിസ്മരിക്കാനൊക്കത്തില്ല. അതിനേക്കാളുപരി എൻ്റെ ഏതാവശ്യങ്ങൾ വന്നാലും എനിക്ക് പ്രാർത്ഥിക്കുകയും സ്നേഹനിർഭരമായ പിന്തുണ നൽകുകയും ചെയ്യുന്ന ധാരാളം ആത്മായക്കാർ ഈ സഭയിലുണ്ട്. എനിക്കൊരു സങ്കടം വന്നാൽ അത് അറിഞ്ഞ് ആ സങ്കടത്തിൽ ചേർത്ത് പിടിച്ച് എല്ലാ വിധത്തിലും അത് എല്ലാം മനസ്സിലായല്ലോ, എല്ലാ വിധത്തിലും എന്നെ കരുതുന്ന ഒരു വലിയ സമൂഹം, ആത്മായ സമൂഹം എൻ്റെ സഭയിലുണ്ട്. സഭയ്ക്ക് പുറത്തുമുണ്ട് കേട്ടോ, സഭയ്ക്ക് പുറത്തുമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ എന്നെ അതുപോലെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ സഹോദരങ്ങളുണ്ട്. ഞാൻ അമ്മയ്ക്കും അപ്പനും ഒറ്റ മോനാണ്. അത് പറയുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് ഇഷ്ടമല്ല, എൻ്റെ ഉപ്പാപ്പന്മാരുടെ മക്കൾക്ക് ഇഷ്ടമല്ല. ഇവിടെ ഞാൻ ചിലപ്പം ഞാൻ ഒറ്റ മോനെന്നൊക്കെ പറയുമ്പോൾ അവർ എന്നെ ഇങ്ങനെ കണ്ണു നോക്കും. കാരണം അവരുടെ വലിയ പിന്തുണ, വെളിപ്പുറത്താണ് അവർ, എൻ്റെ സഹോദരങ്ങൾ. അവരെ കസിൻസ് ഞാൻ പറയത്തില്ല, എൻ്റെ അമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ വലിയ പിന്തുണ, ഭയങ്കരമായിട്ട് പിന്തുണയുണ്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ല. അതിനേക്കാളുപരി എൻ്റെ സഹോദരമണി മറക്കാൻ ഒക്കുമോ? കളഞ്ഞിട്ട് മഴ എല്ലാ വകുപ്പും ഇല്ലേ? നെഞ്ചിന് താഴോട്ട് നടന്നൊരു മനുഷ്യൻ, മൂത്രം ട്യൂബിൽ കൂടെ പോകുന്ന മനുഷ്യൻ, ടോയ്ലറ്റ് പോകുന്ന എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനെ ആരോഗ്യമുള്ളവരെ കളഞ്ഞിട്ട് പോകുന്നു. എന്നാൽ ചേർത്ത് പിടിച്ച് എന്നോടൊപ്പം നിൽക്കുന്നുണ്ട് എൻ്റെ കരുത്തവള. അവൾ ഈ 2021 കോവിഡ് വന്ന് മരണപ്പെട്ടു പോകുമെന്ന് പുഷ്പയിലെ ഡോക്ടേഴ്സ് പറഞ്ഞു. മരണപ്പെട്ടു പോകും. എല്ലാം അവരുടെ എല്ലാം അസ്തമിച്ചു. എന്നോട് പറയാൻ ഡോക്ടേഴ്സിന് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥിതി വളരെ മോശമാണ്. അപ്പം ഞാൻ വോയിസ് ക്ലിപ്പ് ഇട്ടു, അതൊക്കെ കേട്ടവർക്കുണ്ട്. ഞാൻ പറഞ്ഞു, തമ്പുരാനെ അവളെ വിളിച്ചോ, പക്ഷെ വിളിക്കുമ്പോൾ എന്നെ കൂടെ വിളിക്കണം. കാരണം ഈ ശുശ്രൂഷയിൽ ഞാൻ നിൽക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് കൂടിയേ പറ്റൂ. കാരണം ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ കുപ്പായം തിരക്കി പോകണ്ട. കുപ്പായം തേച്ച് മടക്കി, പാൻറ്റും കുപ്പായവും ബെന്നിനും ബാക്കി എല്ലാ സാധനവും തേച്ച് മടക്കി കട്ടിലേക്ക് കൊണ്ട് വെക്കും. എനിക്ക് ഇഷ്ടകരമായ രുചികരമായ ഭക്ഷണം അങ്ങനെ നൽകി എന്നെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന തമ്പുരാൻ എനിക്ക് തന്ന ദാനമാണ് എൻ്റെ സഹോദരമണി. രണ്ടാമത് എനിക്ക് 3 മക്കളാണ്. മൂത്തമകൾ എറണാകുളം കുടുംബമായിട്ട് ജീവിക്കുന്നു. അവർക്ക് 3 മക്കളാണ്. എൻ്റെ സണ്ണിലോ വക്കീലാണ്, ഹൈക്കോടതി വക്കീലാണ്. അവർക്ക് 3 മക്കളാണ്. ലേയ മറിയ ഇരട്ടപ്പിള്ളാരാണ്. ലോവിസ് അതിനുശേഷമുള്ള കുഞ്ഞാണ്. അവരുടെ പിന്തുണ, പ്രത്യേകിച്ച് എൻ്റെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളാണ്. രണ്ടാമത്തെ മോള് സൗമ്യ, അവൾ സ്പേസ് തെറാപ്പിസ്റ്റിൽ ദുബൈ ജോലി ചെയ്യുന്നു. അവളുടെ ഹസ്ബൻഡ് ഒരു എഞ്ചിനീയറാണ്. അവർക്കൊരു മോളുണ്ട്. മോളുടെ പേര് നോറ എന്നാണ്. അവരുടെ വലിയ കരുതൽ. എനിക്കൊരു മോനുണ്ട്. ആ മോൻ്റെ പേര് സ്നേഹിത്ത് എന്നാണ്. ഞാനവനെ പാപ്പച്ചനാണ് വിളിക്കുന്നത്. അപ്പം അവനിപ്പം ദുബൈയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ എനിക്ക് 2 പെണ്ണും 2 മരുമക്കളും. മരുമക്കൾ പറയാനൊക്കെയല്ല, മക്കളേക്കാൾ നല്ലതാണ് മരുമക്കൾ. പിന്നെ മോന്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തമ്പുരാൻ തന്നിരിക്കുന്നു. ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമാണ് ഈ ശുശ്രൂഷ എനിക്ക് കരുത്ത് നൽകുന്നതില്ല. അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്താറില്ല, ഒരു പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു മോനുണ്ടായിരുന്നു. പെമ്പിടയ്ക്ക് ശേഷം മോൻ ജനിച്ചു. അവൻ്റെ പേര് സാമെന്നായിരുന്നു. ജനിച്ച് ഏതാനും ദിവസം കഴിയുമ്പോൾ അവൻ രോഗിയാണെന്ന് കണ്ടു. അവനെ ഞങ്ങൾ ചികിത്സിച്ചു. അവൻ ലോകത്തിൽ മാറ്റപ്പെട്ടു. അതിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മറക്കാനാവാത്ത, അപ്പം അങ്ങനെ കഠിനമായ പരിശോധനയോടെ എന്നെ ദൈവം ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അതെല്ലാം എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ. നമ്മൾ ഈ വിശ്വാസം ഉറയ്ക്കുന്നത് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിലൂടെയാണ്. വിശ്വാസത്തിന് ഉറയ്ക്കാനുള്ള ബാലപാഠങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിലെ തോൽവി, എൻ്റെ മോൻ്റെ മരണം, എൻ്റെ ഈ ആക്സിഡൻറ്റ്, എൻ്റെ സഹധർമ്മിണിയുടെ കോവിഡിൻ്റെ സമയത്തെ മരണകരമായ അനുഭവങ്ങൾ, ഇതൊക്കെ എൻ്റെ വിശ്വാസം ക്ഷീണിപ്പിക്കല്ലേ ചെയ്തത്. മറിച്ച് വിശ്വാസത്തിൽ
ഉറപ്പിക്കുന്ന മുഖാന്തരങ്ങളാക്കി തീർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ നെഞ്ചിന് താഴോട്ട് തളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം അച്ഛന് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഒരു ചെറിയ തലവേദന വന്നാൽ, ഒരു പനി വന്നാൽ, അല്ലെങ്കിൽ ഒരു കടബാധ്യത വന്നാൽ ആത്മഹത്യ ചെയ്യുന്ന പല ആളുകളുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നിരാശപ്പെടുന്നവരുണ്ട്. സുവിശേഷ വേല വലിച്ചെറിഞ്ഞിട്ട് ഇനി ഞാൻ ഈ വേലയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുള്ള ആളുകളെ പലരെ എനിക്കറിയാം. അപ്പം ജീവിതത്തിൽ നിരാശ വന്ന് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ പ്രചോദനമാണ് ഈ അച്ഛൻ്റെ ഓരോ വാക്കുകൾ എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ അച്ഛനെ ആദ്യം കാണുമ്പോൾ തന്നെ അച്ഛൻ്റെ മുഖത്തെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, നെഞ്ചിന് താഴെ തളർന്ന ഒരു മനുഷ്യനാണോ ഇത്? എത്ര സന്തോഷകരമായ അല്ലെ പ്രസാദമായ ഒരു മുഖത്തോടു കൂടിയാണ് അച്ഛൻ സംസാരിക്കുന്നത് ഓർത്തപ്പോൾ എനിക്ക് തൃപ്തിയായി. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ഒരു ചെറിയ വിഷയത്തിൻ്റെ മുൻപിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേട്ടില്ലെങ്കിൽ സന്ധ്യപ്രാർത്ഥന മുടക്കുക, ഞായറാഴ്ച പള്ളിയിൽ പോകാതിരിക്കുക, ബൈബിൾ വായിക്കാതിരിക്കുക. ഇത്രയും പ്രതിസന്ധി ജീവിതത്തിൽ വന്നിട്ട് 2 പേരുടെ സഹായമില്ലാതെ ഈ അച്ഛൻ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ആ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അതിനുശേഷം അത് തയ്യാറാക്കി വാട്സപ്പ് വഴി 1500 പേർക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇരുന്ന് ബൈബിൾ പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ അച്ഛന് ചെയ്യാൻ ദൈവത്തെ അത്രമാത്രം അച്ഛനങ്ങ് സ്നേഹിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഈ അത്ഭുതം എന്ന് പറയുന്നത്, നമ്മുടെ ഈ അത്ഭുതത്തിൻ്റെ കോൺസെപ്റ്റ്, ഈ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയതാണ് അത്ഭുതമായിട്ട് നമ്മൾ കാണുന്നത് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ മുമ്പിൽ ഈ ചക്രസേനയിൽ എഴുന്നേറ്റാൽ അത്ഭുതമാണ്. അത് കാണാൻ നമ്മൾ ചെല്ലുന്നത്, നമ്മുടെ ആളുകൾ വരുന്നത് ഈ ചക്രക്കസ എഴുന്നേൽക്കുന്ന അനുഭവമാണ്. ഞാൻ പലപ്പോഴും ഈ ചക്രക്കസ ജീവിക്കുന്ന അത്ഭുതമാണ്. നമുക്കിഷ്ടം എന്തോ, ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ചക്രക്കസേര വിട്ട് എഴുന്നേറ്റാൽ ഭയങ്കര അത്ഭുതമെന്ന് പറയും. ഞാൻ പറയുന്നത് ചക്രക്കസ എഴുന്നേൽക്കുന്ന അത്ഭുതമാണ്, ദൈവത്തിന് സാധ്യമാണ്. എന്നാൽ ഈ പ്രതിസന്ധിക്കകത്തും ചക്രക്കസേരകൾ സന്തോഷത്തോടെ ജീവിച്ചാൽ അതിൻ്റെ പേരും അത്ഭുതമാണ്. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി മാത്രം അത്ഭുതം. നമ്മൾ രാവിലെ കണ്ണു തുറക്കുന്നത് അത്ഭുതമല്ലേ? തീർച്ചയായിട്ടും. 3-ാം സംഗീതം എന്നാ പറഞ്ഞത്? ഞാൻ കിടന്നുറങ്ങി, നീ യഹോവേ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. അപ്പോൾ ഉറങ്ങുന്നതും ഉണരുന്നതും അത്ഭുതമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ അത്ഭുതത്തിലാണ്. അപ്പോൾ അത്ഭുതമായിരിക്കും പോകണ്ട, അത്ഭുതം നമ്മുടെ ജീവിതത്തെ അനുഭവിക്കുക. പക്ഷേ ഇത് മറന്ന് നന്ദി കെട്ടവരായി ജീവിക്കുന്നവരാണ് ഇന്ന് ബഹുഭൂരിപക്ഷവും ക്രൈസ്തവർ. ക്രൈസ്തവർക്ക് പറ്റിയ അപജയം എന്ന് പറഞ്ഞാൽ തമ്പുരാൻ വല്ലാതെ അനുഗ്രഹിച്ചു. ഇതുപോലെ യഹോവ ദൈവമ വിശുദ്ധ ജാതി അല്ലേ, ഇതുപോലൊരു ജാതിയുണ്ടോ? അങ്ങനെ ഒരു പാട്ടില്ലേ? ഇതുപോലെ ജാതി ഉണ്ടോ? ഇതുപോലെ തമ്പുരാൻ അനുഗ്രഹിച്ച ഒരു ജാതിയില്ല. എന്നാൽ പലപ്പോഴും ലഭിച്ച നന്മകൾക്ക് ആനുപാതികമായി നന്ദി പറയുന്നതിൽ പിശക് കാണിക്കുന്നവരാണ് എല്ലാ ക്രൈസ്തവ സമൂഹവും. അതിലെൻ്റെ സഭയുമുണ്ട്, സാജു പാസ്റ്ററിൻ്റെ സഭയും ഉണ്ട്. ഒന്നും മാറ്റി തരുന്ന കാര്യമില്ല. ഇനി നമ്മുടെ പിതാക്കന്മാരുടെ, നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും നമ്മുടെ തലമുറയ്ക്കുണ്ടോ? നമ്മൾ കുറ്റം പറയല്ല, പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ വീട്ടിലെ അനുഭവം. പണ്ടത്തെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചോറില്ല, കഞ്ഞിയില്ല. ശരിയല്ലേ? ശരിയാ. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അടി കൊള്ളും രാവിലെ, എഴുന്നേറ്റില്ലെങ്കിൽ. ഇന്ന് ഏതപ്പനും അമ്മയോ പിള്ളേരെ അടിക്കുന്നത്? പ്രാർത്ഥിക്കാൻ പാടാന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ പാടാന്ന് പറയാൻ ധൈര്യമുള്ള അപ്പനും അമ്മയും ഇന്നില്ല. അതാണ് പ്രശ്നം. പള്ളിക്കൂടം എന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ചാലും സ്കൂളിൽ അമ്മയും മോനും ഒന്നുമില്ല. ചൂട്ടടി തരും, ചൂട്ടടി. മറ്റു സാർമാരടിക്കും. പള്ളിക്കൂടത്തിൽ കിട്ടിയ അടി വീട്ടിൽ വന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇന്ന് പള്ളിക്കൂടത്തിൽ ഒരു സാറൊന്ന് പിച്ചിയാൽ സാറിനെ പിന്നെ വെച്ചേക്കുമോ?
ബാലൻ നടക്കേണ്ടത് വഴി അവനെ അഭ്യസിപ്പിക്കുക. ആടി കൊടുക്കേണ്ട സമയത്ത് അല്ല ചൂട്ടയടി കൊടുത്ത് വളർത്താൻ പഠിക്കണം. അതുകൊണ്ട് കഠിനമായി ശിക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ദൈവഭയത്തിൽ തലമുറയെ വളർത്തേണ്ടത് ഏറെ കരുണ്യമായിട്ടിരിക്കുന്നു. അതിനൊരിക്കലും അമാന്തിക്കരുത്. അപ്പം അച്ഛനോട് ഇത്രയും സമയം സംസാരിക്കാനായിട്ട് സാധിച്ചു. ഇനി അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനം അറിയണം എന്നാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ആണ്, എനിക്ക് ഇന്ന കാര്യങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അല്ല, മിക്കവാറും ഒക്കെ സാജു ബ്രദറെ എന്നോട് ചോദിച്ചു. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും. അങ്ങനെയാണെങ്കിൽ ഈ പുതുതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സുവിശേഷകരോടും ഇപ്പോൾ സുവിശേഷ വേല എന്ന സുവിശേഷ പ്രവർത്തകരോടൊക്കെ അച്ഛന് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? നമ്മുടെ ഭാരതം സ്വീകരിക്കണം, അത് നമ്മുടെ ഒരു ദൗത്യമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് ആളത്വമാണ്. കർത്താവായ യേശു ക്രിസ്തു, അതിൽ മായം ചേർക്കരുത്, അത് പറയുന്നത് ലജ്ജിക്കരുത്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷങ്ങളിൽ എനിക്ക് അയ്യോ കഷ്ടം. കേൾവിക്കാർ കേട്ടെന്നിരിക്കും, അവർ പോയെന്നിരിക്കും, പക്ഷേ അത് തമ്പുരാൻ ഏത് സമയത്തും പ്രവർത്തിക്കും. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ കുഴപ്പം എൻ്റേതും നിങ്ങളുടേതുമാണ്. നമ്മുടെ ഈ നാളുകളിൽ ക്രൈസ്തവ സഭകളെല്ലാം ഒന്നിച്ചു ചേർന്ന്, അതായത് യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന എല്ലാ സഭകളും ഒന്നിച്ചു ചേർന്ന് കർത്താവിൻ്റെ നാമം ഉയർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കും അതുതന്നെയാണ് അഭിപ്രായം, സഭാവ്യത്യാസമില്ലാതെ. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് തമ്മിലടിച്ച് വഴക്കുണ്ടാക്കുന്ന ആണ് ഇന്ന് ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെടാനുള്ള കാരണം. അത് നമ്മുടെ ചുറ്റും നടക്കുന്നു. വാർത്താ മാധ്യമങ്ങളത് ഏറെ എരിവോടും പുളിയോടും ചേർന്ന് അത് പ്രക്ഷേപണം ചെയ്യുന്നു. ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും. നമ്മൾ അന്യപ്പെട്ട് നിൽക്കാനുള്ളവരല്ല, മാറി നിൽക്കാനുള്ളവരല്ല, ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പറഞ്ഞ് ഉയർത്തി അവനെ മഹത്വപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ അവിശുദ്ധാത്മാവ് സഭയിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇത്രയും സമയം അച്ഛനോട് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സാജു ബ്രദർ, കുറിച്ചൊരു വാക്ക് ഞാൻ പറയണമല്ലോ. എനിക്ക് മുൻപരിചയമില്ല. അദ്ദേഹം UP യിൽ വലിയ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് അറിയുന്നു. തമ്പുരാൻ ആ പ്രിയപ്പെട്ട സാജു ബ്രദറിൻ്റെ ശുശ്രൂഷയെ അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ തമ്പുരാൻ്റെ പദ്ധതിയൊക്കെ എത്രയോ വലുതാണ്. അടിവാടി കിടക്കുന്ന ഒരു സഹോദരനെ ഇങ്ങനെ കല്ലിശ്ശേരിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളും അവൻ്റെ വഴികളും എത്ര അഗോചരമാണ്. അവൻ കടലിൽ വഴിയൊരുക്കുന്നവനാണ്, മരുഭൂമിയിൽ പാതയൊരുക്കുന്നവനാണ്. അവൻ്റെ വഴി അജ്ഞാതമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇത്രയും ദൂരം വന്ന് ചെലവിട്ട് എന്നോടൊപ്പമായിരിക്കാൻ പ്രിയപ്പെട്ട സജു ബ്രദർ കാണിച്ച ദൈവസ്നേഹത്തിനും എല്ലാം നന്ദി പറയുന്നു. എൻ്റെ ശ്രോതാക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെകളുടെ ജീവിതത്തിനും പുതുക്കത്തിനും രൂപാന്തരത്തിനുമായി തീരുവാൻ ദൈവടയാക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കലൂടെ എൻ്റെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഇതുവരെ വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കായും സ്തോത്രം. അനേകരെ ഇത് കേൾക്കുവാൻ, കർത്താവിനെ കാണുവാൻ, മനസ്സിലാക്കുവാൻ, കർത്താവിക്കുന്ന അനുഗ്രഹങ്ങളെ അവനൊരുക്കിയ രക്ഷയുടെ അനുഭവക്കാരെ തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അവിടെ ദാസനായ സ്തോത്രം കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെ ധന്യമാക്കണമേ. അടിയനെ നിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കണമേ. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. കുറവുകളെ ക്ഷമിക്കണമേ. നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. അനേകരെ അതിനോട് ഒരുക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം എന്ന് തിരുവനന്തപുരത്തോടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ വേലക്കാരെ തീരുവാൻ ഞങ്ങളുടെ മക്കളെയും ഒരുക്കിയെടുക്കുവാൻ തമ്മിൽ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. യേശു തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ പിതാവേ കേൾക്കണമേ. ആമേൻ.